ഒരാലംബനമമ്മേ, ആരുമെനിക്കില്ല ഒരാലംബനമമ്മേ, കാരുണ്യ സിന്ധു നിൻ പാദപദ്മമഞ്ഞി. ആരുമെനിക്കില്ല ഒരാലംബനമമ്മേ, കാരുണ്യ സിന്ധു നിൻ പാദപദ്മമഞ്ഞി. മാളികപ്പുറം വാഴും മംഗളശീലേ നിൻ, മാളികപ്പുറം വാഴും മംഗളശീലേ നിൻ, തൃക്കടൽ കണ്ടു വണങ്ങുമാറാകണം. ആരുമെനിക്കില്ല ഒരാലംബനം അമ്മേ. നേർവരും ദുഃഖങ്ങൾ ഓരോന്നായപ്പോൾ, നേർവരും ദുഃഖങ്ങൾ ഓരോന്നായപ്പോൾ, നീക്കി വഴി പോലെ കാക്കുമമ്മേ. നേർവരും ദുഃഖങ്ങൾ ഓരോന്നായപ്പോൾ, നീക്കി വഴി പോലെ കാക്കുമമ്മേ. മാലിന്യം മാറ്റിയൻ മാനസക്ഷേത്രത്തിൽ, മാലിന്യം മാറ്റിയൻ മാനസക്ഷേത്രത്തിൽ, മാനിനിമാർ മൗരേ വിടങ്ങിടേണേ അമ്മേ. ആരുമെനിക്കില്ല ആലംബനമമ്മേ, അമ്മേ. കാരുണ്യ സിന്ധു നിൻ പാദപദ്മമഞ്ഞി അമ്മേ, 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 അമ്മേ. ഞാനിങ്ങനെ അമ്മമാരെ ബഹുമാനിക്കണം എന്നൊക്കെ വേദിയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് പല സമയത്തും പല അമ്മമാരും വന്നിട്ട് പറയും, എൻ്റെ മോനെങ്കിലും പറയാനുണ്ടല്ലോ ഇങ്ങനെ, എൻ്റെ മക്കളൊക്കെ ദൂരെയാണ്, ആരുമില്ല, അടുത്തില്ല. അപ്പോൾ എന്താ, ഈ അമ്മമാരെന്നെ അവർക്ക് ആർത്തി പിടിച്ചിട്ട് വലിയ വിദ്യാഭ്യാസവും വലിയ ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഓട്ടം ഓടും, പിന്നെ അവരവരെ ജോലി കിട്ടിയേ പോവില്ലേ, എന്നിട്ട് ഇരുന്ന് കരയും. അപ്പോൾ ഞാൻ പറയും, ഒന്നും വിഷമിക്കേണ്ട, കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് മക്കളായിട്ട് ജനിക്കുക. അതുകൊണ്ട് വെറുതെ അല്ലേ, അടുത്ത വീട്ടിലെ കുട്ടിക്ക് പനി വന്നാലാണോ നമ്മളെ കുട്ടിക്ക് പനി വന്നാലാണോ നമുക്ക് കൂടുതൽ സങ്കടം? നമ്മളെ കുട്ടിക്ക് പനി വന്നാലാ. അപ്പം നമ്മളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നത് ആരാണോ അതാണ് നമ്മുടെ ശത്രു. അത് പുരാതനമായൊരു സങ്കല്പമാണ്, അങ്ങാടിപ്പുറം വള്ളുവനാട്ടിലെ ഒരു സങ്കല്പമാണ്. പൂർവ്വജന്മത്തിലെ ശത്രുക്കൾ ഈ ജന്മം മക്കളായിട്ട് ജനിക്കും. അതായത് നമ്മൾ വാഴ വെച്ച് കൊല വെട്ടാമെന്ന് വിചാരിക്കുന്ന പോലെ മക്കളെ വളർത്തി ഉണ്ണി ഉണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണി ഉണ്ടായി കണ്ടാവൂ ഞാനെന്ന് വെച്ചാൽ പേരക്കുട്ടീൻ്റെ കല്യാണക്കാര്യത്തിൽ വരെ ഇടപെടുന്ന അമ്മൂമ്മമാർക്ക് ദുഃഖമുണ്ടാവുക സ്വാഭാവികമാണ്, അവരത് അനുഭവിക്കാൻ യോഗ്യരുമാണ്. നേരെ മറിച്ച് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ ഈ പറയുന്ന ബന്ധങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് കുങ്കുമപ്പൂവെങ്കിൽ കുങ്കുമപ്പൂവും കണ്ട് മിണ്ടാതിരിക്കുക. പക്ഷെ പിന്നെ പേരക്കുട്ടികൾ നാമം ചെല്ലുന്നില്ല എന്ന് പറയരുത്. ചില വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, മോനെ പോലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഈശ്വരനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു, എൻ്റെ വീട്ടിലുണ്ട് കുട്ടികൾ, ഒരു നാമം ജപിക്കാനും കൂടി അവർക്ക് നേരില്ല. അപ്പം എന്താ, ഈ പറയുന്ന ആൾ റിമോട്ട് മ്യൂട്ടാക്കിയിട്ടാണ് ഈ പറയണത്. ഞാൻ ചെല്ലുമ്പോഴേ അവരാദ്യം കാണിച്ചു കൊടുക്കണ്ടേ, എന്നാലേ കുട്ടികൾ നാമം ചെല്ലാത്തതിന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടുക എന്നുള്ളത് ഇപ്പോൾ 40-50 കഴിഞ്ഞ ആളുകളുടെ ഒരു വിനോദമായിരിക്കുന്നു കേരളത്തിൽ. തത്തി തത്തി നടക്കുവതെന്തിനു തത്തമ്മേ നീ, കൊത്തി കൊത്തിയെടുത്തു കുറിക്കുവതെന്തൊരു വർത്താനം. ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ ഒരു
ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ തരത്തിൽ കലയിൽ പ്രാമുഖ്യം അല്ലെങ്കിൽ പ്രാഗൽഭ്യമുള്ളവരും താല്പര്യരുമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താളം പിടിച്ചോളൂ. ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ആരും താളം പിടിച്ച് കഷ്ടപ്പെടരുത്. എല്ലാം മറന്നിട്ട് കുറച്ച് നേരം കൊണ്ട് പോരൂ. തത്തി തത്തി നടക്കുവതെന്തിനു തത്തമ്മേ നീ, കൊത്തി കൊത്തിയെടുത്തു കൊറിക്കുവതെന്തൊരു വർത്താനം. കണ്ടതു കണ്ടതു കൊണ്ടാടിക്കൊണ്ടെന്തൊരു കിന്നാരം. കേട്ടതു കേട്ടതു കേട്ടു പഠിച്ചതു പറയുവതെന്തൊരു പുന്നാരം. അയനത്തുള്ളതു കൊക്കിനെടുത്തോണ്ടെങ്ങോ സഞ്ചാരം. അയനത്തെങ്ങാൻ പോയി വലഞ്ഞാൽ അതുമൊരു വ്യാപാരം. നന്മകൾ കണ്ടതു കേട്ടതു ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ. തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിനു കഴിയട്ടെ. പച്ച പിടിച്ചൊരു പൂഞ്ചിറകാൽ നീ പാറി പകരുമ്പോ അച്ചിറകടിയിൽ നീലാകാശമതൽപ്പവും ഇളകുമ്പോ കുഞ്ഞു കണ്ണിനു കാണാൻ കഴിയാത്ത അകലങ്ങളിൽ നിന്നും കുഞ്ഞിനു കേൾക്കാൻ കഥയും കൊണ്ടേ നീ ഇനിയെന്നു വരും. നിന്നെ അടച്ചു വളർത്തി പോറ്റാൻ കൂടുകളും പേരി പൊന്നിൻ നൂൽവല വീശിയെറിഞ്ഞു കളിക്കുന്നുണ്ടു ചിലർ. അവരുടെ കണ്ണിൽ കയ്യിൽ പെട്ടാൽ നീയും നിൻ പാട്ടും. അവരുടെ കണ്ണിൽ കയ്യിൽ പെട്ടാൽ നീയും നിൻ പാട്ടും. നിൻ പൂഞ്ചിറകും പുഞ്ചിരി നോക്കും നിഷ്ഫലമായി തീരും. തത്തി തത്തി നടക്കുവതെന്തിനു തത്തമ്മേ നീ, കൊത്തി കൊത്തിയെടുത്തു കുറിക്കുവതെന്തൊരു വർത്താനം. നന്മകൾ കണ്ടതു കേട്ടതു ചൊല്ലാൻ നാകിനു കഴിയട്ടെ. തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊത്തിനു കഴിയട്ടെ. നന്മകൾ കണ്ടതു കേട്ടതു ചൊല്ലാൻ നാകിനു കഴിയട്ടെ. തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിനു കഴിയട്ടെ. നമ്മുടെ കൊക്കിനു കഴിയട്ടെ. നമ്മുടെ കൊക്കിനു കഴിയട്ടെ. നമ്മുടെ കൊക്കിനു കഴിയട്ടെ. ഈ കവിതയുടെ താല്പര്യം, നിന്നെ അടച്ചു വളർത്തിപ്പോറ്റാൻ കൂടുകളും പേറി പൊന്നിൻ നൂൽവല വീശിയെറിഞ്ഞ് കളിക്കുന്നുണ്ട് ചിലർ. നിങ്ങൾ വളരെ നല്ലവനായിട്ട് ജീവിച്ചാൽ നിങ്ങളെ എന്താ പറയുക, സ്നേഹിച്ചു കൊല്ലും. നിങ്ങളിത്തിരി ആളുകളോട് ഈ സമൂഹത്തിൻ്റെ ചീത്തത്തരങ്ങളെക്കുറിച്ചൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കുറച്ചൊരു ഭീരുത്വം ഇല്ലാതെ ജീവിച്ചാൽ നിങ്ങളെ ഞെക്കിക്കൊല്ലും. ഒന്നുകിൽ ഞെക്കിക്കൊല്ലും, അല്ലെങ്കിൽ നക്കിക്കൊല്ലും. ഇപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഉടനെ അടുത്ത വീട്ടിലെ മാമൻ ചെല്ലും, അല്ലെങ്കിൽ ചേച്ചി ചെല്ലും. മോൾക്ക് ടി വിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ എന്ന് ചോദിക്കും. ഒരു പാവം വളരെ സാധാരണമായി സമാധാനമായിട്ട് ആ കുട്ടി പാട്ടൊക്കെ പാടി കഴിയുമ്പോഴാണ് ടി വിയിൽ ട്രൈ ചെയ്തൂടെ എന്ന് ചോദിക്കുന്നതോടുകൂടി ഈ രക്ഷിതാവിന് മോഹം കയറുകയായി. മര്യാദയ്ക്ക് പാടിക്കൊണ്ടിരുന്ന ആ കുട്ടീനെ പിന്നെ ടി വിയിൽ എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെട്ട് നിരാശരായി തിരിച്ചു വരും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിലുള്ള എല്ലാ നന്മകളെയും ഇല്ലാതാക്കാൻ ഈ ചുറ്റുപാട് പ്രലോഭനങ്ങളെ കൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ, ഞാനൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ 2 MH ഒക്കെയാണ് കൊണ്ടുവരിക. ഞാനങ്ങനെ കണ്ടിട്ട് പഠിച്ചതിൻ്റെ പേര്. അവരുടെ വിചാരം ഞാൻ ഫുള്ള് ഫിറ്റായാലേ പാട്ട് പാടാന്നാണ്. ഞാൻ വെള്ളടിച്ചാലേ പാടാറുള്ളൂ, അത് ചൂടുവെള്ളമാണ്. എന്ത് ചെയ്യാനാ, കലാകാരന്മാരെ നശിപ്പിക്കുന്നത് പകുതി സംഘാടകരാണ്. ഇവിടെ ഉള്ളവരെ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടോ, ഇവരാരും ഇത് ചെയ്തിട്ടില്ല. അതായത് നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ പലതരത്തിലുള്ള, നിങ്ങൾക്ക് അവാർഡ് മേടിക്കാലോ, നിങ്ങൾക്ക് സ്റ്റാർ സിംഗറിൽ പോകാലോ എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും നല്ലൊരു കലാകാരനോ കലാകാരിയാണെങ്കിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം നേടാൻ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കണമെന്നാണ് നേരത്തെ പറഞ്ഞ കവിതയിൽ നിന്ന് ഡോക്ടർ അയ്യപ്പ പണിക്കർ ഉദ്ദേശിച്ചത്. ഡക്ക എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ തോളിൽ കിടക്കുന്ന വാദ്യത്തിൻ്റെ പേരെല്ലാവർക്കും അറിയാലോ അല്ലേ? ഒന്ന് ഉറക്കെ പറയുക നോക്കട്ടെ. പോരാ, ഒന്നുകൂടി. അടക്കയല്ല, എടയ്ക്ക. എടയ്ക്ക, ഡക്ക എന്ന് പറയുന്ന സംസ്കൃത പദമാണ് ഇടയ്ക്ക എന്നായിട്ട് ഉച്ചാരണം മാറിയത്. കുറച്ചു നേരം അദ്ദേഹം അത് വായിച്ചതിന് ശേഷം ഞാൻ കുറച്ചു നേരം അതിനെക്കുറിച്ച് പറയാം. ആദ്യം അത് വായിക്കട്ടെ.
അതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? അത് പറയുന്നത് അദ്ദേഹത്തിനെ ചെറുതാക്കുന്ന പോലെയാണ്. കാരണം ഇറ്റ്സ് ഓൾറെഡി കൺവേഡ്, നോ? ഓക്കെ. ഹിസ് ഡ്രം ക്യാൻ സ്പീക്ക് എനി ലാംഗ്വേജ്, ദാറ്റ് ആൾസോ യു അണ്ടർസ്റ്റാൻഡ്. ഏത് ഭാഷയും സംസാരിക്കും. ഇറ്റ്സ് എ മലയാളി ഡ്രം. ആൻഡ് ഇറ്റ്സ് എ നോൺ വെജിറ്റേറിയൻ ഡ്രം ടു. സി, അതിൻ്റെ തോലെന്ന് പറയുന്നത് പശുവിൻ്റെ ചാണകപ്പെട്ടിയുടെ, അതായത് വൻകുടലിൻ്റെ പൊതിയാണ്. ആളുകൾ ഈ ബോട്ടി ഫ്രൈ എന്നൊക്കെ പറയുന്ന സാധനമല്ലേ, അതുണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ആന്തരിക ചർമ്മമാണ്. ഇത്രയും മനോഹരമായ നാദമായി ആ മൃഗം വീണ്ടും നമ്മളോട് സംസാരിക്കുകയാണ്. ഇത് ഇത്രയും സാധ്യതയുള്ള, ഇറ്റ് ഈസ് ദ വൺ ആൻഡ് ഓൺലി ഡ്രം ഇൻ ദ വേൾഡ് വിച്ച് ക്യാൻ എക്സ്പ്രസ് ഓൾ ദി വോക്കൽ നോട്ട്സ്. ലോകത്തിലെ തൊണ്ട കൊണ്ട് പുറപ്പെടുവിക്കാവുന്ന എല്ലാ സ്വരങ്ങളും കേൾപ്പിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക വാദ്യമാണ് ഇടയ്ക്ക. പക്ഷേ ഈ ഇടയ്ക്ക 3 മണിക്കൂർ പൂരപ്പറമ്പിൽ ഒരു വെയിലത്ത് കൊട്ടിയാൽ മാക്സിമം കൊടുക്കുന്നത് 800 റുപ്യാണ്. 30 കിലോ ഭാരമുള്ള മദ്ദളം 7 മണിക്കൂർ പഞ്ചവായത്തിന് കൊട്ടിയാൽ മദ്ദളക്കാരനോട് ചോദിച്ചറിയാം 1200 റുപ്യ കിട്ടണമെങ്കിൽ കരാറുകാരനോട് അടി കൂടണം. കരാറുകാരനൊക്കെ നല്ല കാശുകാരനായിട്ടുണ്ടാവും. അതുകൊണ്ട് കൂടിയാണ് നേരത്തെ പറഞ്ഞ മാതിരി പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാത്തത്. വരുമാനമില്ല. പക്ഷേ ഈ വാദ്യത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം അത് വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ധ്യാനം എവിടെയെങ്കിലും ഒന്ന് പോയാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഒരു നമ്പൂതിരിപ്പാട് അമ്പലത്തിനകത്തിരുന്ന് മന്ത്രം ജപിക്കുന്ന പഴച്ചാൽ മനസ്സിലാക്കാൻ ഒരാൾക്കും ഒരു കഴിവും ഇന്നില്ല. പക്ഷെ ഒരു വാദ്യക്കാരന് ശ്രുതിയോ താളമോ പഴച്ചാൽ ഏത് പൊട്ടനും മനസ്സിലാവും. പക്ഷെ നമ്മളായിരിക്കും ദക്ഷിണ കൊടുക്കാറ്. നമുക്കങ്ങനെ പരമ്പരാഗതമായിട്ട് അങ്ങനെ ഒരു സ്ലേവറി ഉണ്ട്. നമ്പൂതിരിക്ക് കൊടുക്കണ്ടെന്നല്ല, നിങ്ങൾ 100 രൂപ നമ്പൂതിരിക്ക് കൊടുക്കുമ്പോൾ ഒരു 10 രൂപ ഈ വാദ്യക്കാരനും കൊടുത്തോളൂ. എന്നാൽ അയാൾക്ക് ഇതിൽ നിലനിൽക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അയാളെ മക്കളെ ഇതിലേക്ക് തന്നെ വിടാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അതിൽ കാണുന്ന 64 ഉണ്ടകൾ 64 കലകളെ സങ്കല്പിച്ച് കെട്ടിത്തൂക്കിയ പൊടുപ്പുകളാണ്. ഇത് വെറും ഡെക്കറേഷനാണ്, അതിന് ശബ്ദമായിട്ടൊരു ബന്ധവുമില്ല. 64 കലകളെ സങ്കല്പിച്ചാണ്. അതിൽ ഓരോ 16 ഉണ്ടകളും അത് അവിടെ കാണുന്ന മാതിരി ഓരോ ജീവക്കോലുകളിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ 4 ജീവക്കോലുകൾ 4 വേദങ്ങളെ സങ്കല്പിച്ചാണ്. വേദങ്ങൾ, ചതുർവേദങ്ങളെ സങ്കല്പിച്ച് 4 ജീവക്കോലുകൾ, 64 കലകളെ സങ്കല്പിച്ച് 64 പൊടുപ്പുകൾ. അതുപോലെ അദ്ദേഹം വായിക്കുന്ന മുഖത്ത് 6 തുളകളിട്ടിട്ടാണ് ചരട് കോർത്തിരിക്കുന്നത്. അത് 6 ശാസ്ത്രങ്ങളെ സങ്കല്പിച്ചാണ്. ഷഡ്ശാസ്ത്രങ്ങളെ സങ്കല്പിച്ച് പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. ഇന്നത്തെ പോലെ സയൻസിൽ വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഒന്നും ആയിരുന്നില്ല. കൽപ്പം, നിരുക്തം, ജ്യോതിഷം തുടങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങൾ 6 പഠിക്കേണ്ടിയിരുന്നത്. അതിൻ്റെ അപ്പുറമുള്ള 6 തുളകൾ ചേർന്നാൽ എത്രണ്ണായി? നിങ്ങൾ ശ്രദ്ധിക്കണ്ടോയെന്ന് അറിയാൻ, ഞങ്ങൾ കണക്കറിയാഞ്ഞിട്ടല്ല. ഞാനൊരു മാഷം കൂടിയായിരുന്നു. ആ പണിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ച്. 2 പുറത്തും കൂടി 6 തുളകൾ കൂടി എത്രയായി? എന്തൊരു കഷ്ടമാണ്. ഇംഗ്ലീഷ് ചോദിക്കാഞ്ഞിട്ടാണോ? 6 + 6 നാരായണ. 12 തുളകൾ പറയിപ്പറ്റ പന്തിരകുലത്തെ സങ്കല്പിച്ചാണ്. അദ്ദേഹം ഇടത് കൈ ആ കുറ്റി ചരടിനകത്തേക്ക് കടത്തി കുറ്റിയിലിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. കുറ്റി പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുമ്പോഴാണ് ആ ചർമ്മത്തിൻ്റെ ടെൻഷനിൽ വ്യത്യാസമുണ്ടാകുമ്പോൾ നാദഭേദമുണ്ടാകും. മനുഷ്യനങ്ങനെ തന്നെയാണ്. രാവിലെ വീട്ടിൽ ഭാര്യനോട് അടിയുണ്ടെങ്കിൽ കിട്ടാണ് മാഷ് ക്ലാസ്സിൽ വന്നുവെച്ചാൽ ടെൻഷൻ വ്യത്യാസം ഉണ്ടാകും, കുട്ടികളോട് ഒച്ചയിടുന്നതിന് വ്യത്യാസം ഉണ്ടാവും. അതായത് ടെൻഷൻ ഡിസൈഡ്സ് ദ പിച്ച് ഓഫ് എ പേഴ്സൺ, അല്ലേ? അങ്ങനെയല്ലേ? ദേഷ്യം വന്ന സമയത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് മൊത്തം വ്യത്യാസം. അതുപോലെ തന്നെയാണ് ഇതിന് ടെൻഷന് വ്യത്യാസം വരികയാണ്, വലിവിൽ വ്യത്യാസം വരികയാണ്. അപ്പോൾ ചർമ്മത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള സ്വരമാണോ വരേണ്ടതെന്ന് പഠിപ്പിക്കാൻ സാധിക്കില്ല. ഒരു ഗുരുനാഥനും അത് ട്രെയിനിങ് കൊടുക്കുന്നില്ല. ഇടത് കൈകൊണ്ട് ആ കുറ്റിയെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആ പൊസിഷൻ പിടിക്കാൻ കഴിയുന്നത് എവിടെയാണോ അവിടം കൊണ്ട് അത് പിടിക്കുന്നതിനനുസരിച്ചാണ് ഈ ശബ്ദ ഭേദമുണ്ടാവുക. അത് പഠിപ്പിക്കാൻ സാധിക്കില്ല. കേരളത്തിൽ ഇത്തരത്തിൽ ഇടയ്ക്കയിൽ പാട്ട് വായിക്കാൻ സാധിക്കുന്ന 6 or 7 പേരെ ജീവിച്ചിരിക്കുന്നുള്ളൂ. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഭാശാലിയും ഭാവനാശാലിയുമായ ഒരു യുവ കലാകാരനാണ് സുജിത്ത് കോട്ടൽ എന്ന തൃശ്ശൂർക്കാരൻ. വളരെ സന്തോഷം. രാധ കൃഷ്ണനോട് പിണങ്ങിയിരിക്കുകയാണ്.
ഇപ്പോൾ രാധയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ബാക്കി എല്ലാ പെണ്ണുങ്ങളും കൃഷ്ണൻ്റെ പുറകെ ആയിരുന്നെങ്കിൽ കൃഷ്ണൻ രാധയുടെ പുറകെ ആയിരുന്നു. അതാണ് രാധയ്ക്കുള്ളൊരു പ്രത്യേകത. കല്യാണം കഴിച്ച രുക്മിണിയേക്കാൾ കൃഷ്ണനോടൊപ്പം അറിയപ്പെടുന്ന ഇപ്പോഴും രാധയാണ്. കാരണം അത് സമർപ്പിത പ്രണയത്തിൻ്റെ ജീവാത്മാവ് പരമാത്മാവിനെ എപ്രകാരമാണോ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു മാതൃകയാണ് കാമുകി കാമുകന്മാരായിട്ട് രാധയും കൃഷ്ണനെയും ചിത്രീകരിച്ചിരിക്കുന്നത്. അല്ലാണ്ട് പ്രേമകഥയല്ല. അപ്പം തന്നോട് ഇണങ്ങാത്ത ജീവാത്മാവിനോൽക്ക് പരമാത്മാവ് ഇറങ്ങിച്ചേരുന്ന സന്ദർഭമാണ് അഷ്ടപതിയിലെ ഇനി പാടുന്ന രംഗം. രാധേ, നീ എന്നോടിങ്ങനെ പിണങ്ങിയിരുന്നാൽ ഞാൻ അപൂർണനാണ്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് സമ്പൂർണ്ണനാവുക? അതുകൊണ്ട് നിൻ്റെ ഈ പിണക്കമൊന്ന് അവസാനിപ്പിച്ച് എന്നോടൊന്ന് ഇണങ്ങുവാനുള്ള ഒരു മനസ്സ് നീ കാണിക്കണം എന്ന് രാധയോട് പറയുകയാണ്. അതിനുവേണ്ടി ഞാൻ നിൻ്റെ ചെമ്പനി നീർച്ചാർ പുരട്ടിയ കോമളപാദങ്ങളിൽ എൻ്റെ ശിരസിനെ ഞാനിതാ സമർപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലും നീ അതൊന്ന് നിൻ്റെ ഈ പിണക്കമൊന്ന് അവസാനിപ്പിക്കുക എന്ന് രാധയോട് കൃഷ്ണൻ സാനന്ദ ഗദ്ഗത കണ്ഠനായി ഇടർന്ന കണ്ഠത്തോടുകൂടി ആവശ്യപ്പെടുകയാണ്. ആരുടെ മൊബൈൽ കണ്ടം ഇടർന്നുണ്ട്? അതൊന്ന് നിർത്തിക്കോളൂ. നിങ്ങളുടെ നാട്ടിലെ തണുപ്പ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ചെരുപ്പിട്ട് പാടുന്നത്. ആരും തെറ്റിദ്ധരിക്കണ്ട. ചെരുപ്പിട്ടാലും ഇല്ലെങ്കിലും മനസ്സാണ് പ്രധാനം. അത് തണുപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് നിൽക്കാൻ പറ്റില്ല കുറച്ചു നേരം അങ്ങനെ. സങ്കല്പിച്ചോളൂ, അതാ യമുനാ നദീതീരത്ത് വൃന്ദാവനത്തിൽ മറ്റ് ഗോപികമാരെല്ലാം ഒഴിഞ്ഞു പോയിട്ടും തന്നോട് പിണങ്ങിയിരിക്കുന്ന രാധയെ ഇണക്കിയേ താൻ തിരിച്ചു പോകൂ എന്ന് തീരുമാനമെടുത്ത കൃഷ്ണൻ വള്ളിക്കുടലിരിക്കുന്ന രാധയുടെ ചെമ്പന നീർച്ചാർ പുരട്ടിയ കോമളപാദങ്ങളിലേക്ക് തൻ്റെ ശിരസ് കുനിക്കുകയാണ്. ലോകചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഉദാത്തമായൊരു കാമുകഭാവം. സ്വന്തം കാമുകിയുടെ പാദങ്ങളിലേക്ക് ശിരസ് കുനിക്കുന്ന ലോക ഉദാത്തനായ കാമുകനായാണ് കണ്ണൻ. മുഞ്ചമയിമാനം അനിദാനം പ്രിയേ മുഞ്ചമയിമാനം അനിദാനം പ്രിയേ ത്വമസി മമ ഭൂഷണം ത്വമസി മമ ജീവനം ത്വമസി മമ ഭൂഷണം ത്വമസി മമ ജീവനം ത്വമസി മമ ഭവജലധീരം നീലനളിനാഭമപി തന്വിതവലോചനോ നീലനളിനാഭമപി തന്വിതവലോചനോ ധാരയതു ഭോഗനഗ പ്രിയേ മുഞ്ചമയിമാനം അനിദാനം സ്വരഗരളഗണ്ഡനം മമ ശിരസി മണ്ഡലോ സ്വരഗരളഗണ്ഡനം മമ ശിരസി മണ്ഡലോ ദേഹി പദ പല്ലവമുദാരം ജലതി മഹിദാരുണോ മദന കദനാനദോ ജലതി മഹിദാരുണോ മദന കദനാനദോ ഹരദു തദു സംഗീത വികാരം പ്രിയേ
ജ്വലതിമയിതാരുണ മദന കഥനാനോ ജ്വലതിമയിതാരുണ മദന കഥനാനോ ഹരതുതരുവീലവി കാരം വികാരം മുഞ്ചമഹിമാനം അനിദാനം മുഞ്ചമഹിമാനം അനിദാനം പ്രിയേ മുഞ്ചമഹിമാനം അനിദാനം മുഞ്ചമഹിമാനം അനിദാനം പ്രിയേ പ്രിയേ ചാരുശീലേ ചാരുശീലേ പ്രിയേ 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 ഇന്നാണ് യമുനാ തീരത്ത് ഇങ്ങനെ കാമുകീൻ്റെ കാൽക്കൽ കമ്പിടാൻ പോകുന്നത് വെച്ചാൽ അപ്പോൾ വരും ക്യാമറക്കാർ. എന്തായിരുന്നാലും കൃഷ്ണൻ കാണിക്കുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ കൃഷ്ണനെക്കുറിച്ച് വല്ലാണ്ട് അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരുപാട് നന്മകളുള്ള ഒരാളാണ്. കാലിമേച്ച് നടന്നിരുന്ന ഒരു മനുഷ്യൻ ഇത്രമാത്രം ആളുകളുടെ ആദരവ് നേടിയെടുക്കണമെങ്കിൽ സാധാരണക്കാരനായിരിക്കില്ലല്ലോ. പിന്നെ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്തിയതിൻ്റെ വ്യത്യാസം കൊണ്ട് പലരും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, കൃഷ്ണൻ 16,000 കെട്ടിയിട്ടില്ലേ, അപ്പം നമുക്കൊരു 4 കെട്ടിയാൽ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നോട്. കൃഷ്ണൻ ഒരു വിരലുകൊണ്ട് ഗോവർദ്ധനം പൊക്കിയിട്ടുണ്ട്, അത് പൊക്കാമെങ്കിൽ നീയും കെട്ടിക്കോന്ന് പറയുക, അല്ലാണ്ട് എന്താ പറയുക? ഒരു ക്വാളിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ. നാരായണ. ഇങ്ങനെ എല്ലാവരും ഭഗവാനോട് ചെന്ന് അവനവൻ്റെ പരാതികൾ പറയുക. എൻ്റെ മകളെ കല്യാണം നടക്കണം, എൻ്റെ മകൻ്റെ വീട് പണി വേഗം നടക്കണം, പേരക്കുട്ടിയുടെ ജോലി ശരിയാവണം. ഇത്തരത്തിൽ ഭഗവാനെ പരാതി കൊടുക്കാൻ മാത്രമുള്ള ഒരു വേസ്റ്റ് ബോക്സ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പാവം അദ്ദേഹത്തിന് ഇതിങ്ങനെ കേട്ട് നമ്മളുടെ ഇത് കേൾക്കാൻ വേണ്ടി മാത്രമുള്ള ഒരാളായി പോയല്ലോ എന്ന കുറ്റബോധം വരെ ഉണ്ടാവുന്ന തരത്തിൽ മനുഷ്യൻ എപ്പോഴും ഈശ്വരനെ സമീപിക്കുന്നത് കാര്യസാധ്യത്തിനാണെങ്കിൽ, നേരെ മറിച്ച് അത് ഞാൻ തന്നെയാണ് എന്ന ഭാവത്തിലുള്ള ഒരു സമാവസ്ഥയിലുള്ള ജീവിതത്തിനാണ് ഈശ്വര ഭക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശ്വരനോട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ആവശ്യപ്പെടാതെ. അപ്പോൾ ഒരു ഗീതമുണ്ട്, ഭഗവാനെ നീ ഇങ്ങനെ തനിച്ചായിപ്പോയല്ലോ എന്നർത്ഥത്തിൽ തൻ്റെ നായകൻ എല്ലാ സുഖസൗകര്യങ്ങളും നഷ്ടപ്പെട്ട് വിഷാദമോഹനായിരിക്കുന്ന സമയത്ത് കൂട്ടുകാരനായിരിക്കുന്ന പാട്ടുകാരൻ പാട്ടുകൊണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്ന ഒരു രംഗമുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരു കൃഷ്ണഭക്തി ഗാനമാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അതിൻ്റെ സങ്കല്പം ദരിദ്രനായിരിക്കുന്ന കുചേലൻ, സംഗീതം കൊണ്ട് സമ്പന്നനായിരിക്കുന്ന കുചേലൻ തൻ്റെ അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ മോഹങ്ങളെ കൊണ്ടോ എല്ലാം തകർന്നിരിക്കുന്ന കൃഷ്ണഭാവത്തിൽ താൻ ആരാധിക്കുന്ന തൻ്റെ നായകൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളും എവിടെ ക്രൂരനിഷാ
പ്രേമസ്വരൂപനാം സ്നേഹസതീർഘന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ. ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെവിടെ. പീലിക്കിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ. ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം. പ്രേമസ്വരൂപനാം സ്നേഹസതീർഘന്റെ കാൽക്കലിൻ കണ്ണീർ പ്രണാമം. വന്ദേ നമ്മുടെ സമയമായോ? 2 പാട്ടും കൂടി പാടി നിർത്താം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ക്ഷേത്ര സോപാനത്തിൽ പാലിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചല്ല. സോപാന സംഗീതം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുമ്പിൽ സോപാനത്തിനടുത്തുനിന്ന് പാടുമ്പോഴാണ് അതിന് സോപാന സംഗീതം എന്ന പേരുണ്ടാവുക. അതിനെ പരിചയപ്പെടാൻ അവസരം കിട്ടാത്ത, പ്രത്യേകമായി അതിനെ ശ്രദ്ധിക്കാൻ അവസരം കിട്ടാത്ത ആളുകൾക്ക് അത്തരം ക്ഷേത്ര സോപാനങ്ങളിൽ പാടി വരുന്ന വിവിധ ഗാനങ്ങളെയും ഈ സോപാന സംഗീതം എന്ന സങ്കേതത്തെ, ആ ടെക്നോളജി ഉപയോഗിച്ച് ആധുനിക കാലത്തെ പുതിയ സാധ്യതകളെയും എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്ന് നമ്മുടെ ആളുകൾക്ക് ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് വാസ്തവത്തിൽ ഈ ചെറിയ സമയം കൊണ്ട് സാധിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല പാട്ടുകളും പാടാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഒരു പരിചയപ്പെടുത്തൽ, അടുത്ത തവണ ഒരു ഇടയ്ക്കയും തൂക്കി ഒരാൾ വരുന്നത് കണ്ടാൽ അയാൾ അത്ര മോശക്കാരനല്ല എന്നൊരു തോന്നലോടുകൂടി ആ ഇടയ്ക്ക കലാകാരനെ സമീപിക്കുവാൻ, സോപാന കലാകാരനെ സമീപിക്കുവാനുള്ള ഒരു ബേസ്മെൻ്റ് ഇടലാണ് എൻ്റെ ലക്ഷ്യം. എന്നെ കേൾക്കലല്ല. കേരളത്തിലാകെ 100-ൽ താഴെ സോപാന ഗായകരാണ് ജീവിച്ചിരിക്കുന്നത്. അവരെ മുഴുവൻ സംഘടിപ്പിച്ച് അവരെ മുഴുവൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മോന്ത പുസ്തകത്തിനകത്ത്, അതായത് ഫേസ്ബുക്കിനകത്ത് സോപാന സംഗീതം ഷൊർണൂർ എന്നടിച്ചാൽ ഒരു പേജ് കാണാം. എനിക്ക് കിട്ടിയ സകല അനുഗ്രഹങ്ങളും സകല അവസരങ്ങളും ഞാൻ അതിൻ്റെ ഈ മറ്റുള്ള സോപാന ഗായകരെ പ്രോത്സാഹിപ്പിക്കുകയും സോപാനം എന്ന കലാരൂപം രക്ഷപ്പെടണമെന്ന അർത്ഥത്തിൽ പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില പണികളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സോപാന സംഗീതം ഷൊർണൂർ എന്നടിച്ചാൽ അത് കാണും. നിങ്ങൾക്ക് മറ്റ് സോപാന ഗായകരെ പരിചയപ്പെടാനും ജീവിച്ചിരിക്കുന്നവരും മരിച്ചു പോയവരുടെ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ ചിത്രങ്ങളും അതിൽ കയറ്റി വിട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലുള്ള ഈ സംഗീതത്തിനെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ഒരു സംഗീതോത്സവം അടുത്തിടെ ഷൊർണൂർ ചെറുതുരുത്തിയിൽ നടത്തുകയുണ്ടായി. ചരിത്രത്തിൽ ആദ്യത്തെ കർണാടക സംഗീതോത്സവം അല്ലാത്തൊരു സംഗീതോത്സവമായിരുന്നു അത്. ഞാൻ ചെയ്ത കാര്യങ്ങൾ അധികം പറയുന്നത് അല്പത്തരമായതുകൊണ്ടത് അവസാനിപ്പിക്കുന്നു. സംഗീതം വാസ്തവത്തിൽ കേരള സംഗീതം എന്നാൽ സോപാന സംഗീതമല്ല. കേരളത്തിൽ കേട്ടുവരുന്ന മുഴുവൻ നാടോടി ഗീതങ്ങളുടെയും ആകെത്തുകയാണ് കേരള സംഗീതം. പക്ഷേ നമ്മുടെ വിചാരം സോപാന സംഗീതം ഉണ്ടാകുന്ന കാലത്ത് വെറും 5% ആളുകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാത്ത 95%ൻ്റെയും സംഗീതത്തിനെ അവഗണിച്ചത് കൊണ്ടാണ്, അന്ന് അതിനെ അവഗണിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞ് പ്രത്യേകമായ അരങ്ങുകൾ സംഘടിപ്പിക്കേണ്ട ഗതികേട് വന്നത്. വാസ്തവത്തിൽ ഈ നാടൻ പാട്ടുകളെന്ന് പറയുന്ന ഇപ്പോൾ ഇവിടെ മാള ദിലീപും സംഘവും
ഒക്കെ അവതരിപ്പിക്കാൻ പോകുന്ന പാട്ടുകളാണ് കേരളത്തിൻ്റെ യഥാർത്ഥ സംഗീതം. ഇവിടുത്തെ പുള്ളോൻ പാട്ട്, അയ്യപ്പൻ പാട്ട്, ഞാറ്റുപാട്ട്, തേക്ക് പാട്ട്, മാപ്പിളപ്പാട്ട്, ഇതിൻ്റെയൊക്കെ സമഗ്രതയാണ് കേരള സംഗീതം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധാരണ നാട്ടു പദ്ധതി മാത്രമാണ് സോപാന സംഗീതം. ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ സംഗീതം ഇതുവരെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അതിന് സംഗീതോത്സവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നമുക്ക് സംഗീതോത്സവം എന്ന് പറഞ്ഞാൽ കർണാടക സംഗീതോത്സവമാണ്. അത് കേരളത്തിൻ്റേതായിരുന്നില്ല. നമ്മുടെ സംഗീതത്തെ, നമ്മുടെ പാട്ടുകളെ സ്നേഹിക്കുവാൻ പൺകൾ കൈകാര്യം ചെയ്യുന്നവനാണ് പാണൻ. പാണൻ എന്ന വാക്കിനർത്ഥം പാട്ടുകാരൻ എന്നാണ്. അത്തരത്തിലുള്ളൊരു സംസ്കൃതി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലേക്ക്. ആ സംസ്കൃതി ആ അർത്ഥത്തിൽ തിരിച്ചു വരട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ കാണിച്ചിട്ട് അതിനുശേഷം ഒരു ഗീതം കൂടി പാടി നമുക്ക് സമാപിക്കാം. എങ്ങനെയാണ് നാട്ടുപാട്ടും നമ്മുടെ പാട്ടുമായിട്ട് യോജിച്ച് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാകും. ചാകാണ്ടിരിക്കാനെങ്കിലും പാടടിത്തേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടിതേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടി. ഹരിതവൃന്ദാവനം പ്രണയസുധാമയ മോഹന ഗാനം മധുമൊഴിരാതെ നിന്നെ തേടി അലയുകയാണൊരു ഹരിയുടെ ജന്മം. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാകും. ചാകാണ്ടിരിക്കാനും പാടടിത്തേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടിതേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടിതേ. എങ്കിലും എന്നോമരാൾക്കു താമസിക്കാനിൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാൻ ഉയർത്താം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ.
ഗാനലോകവീഥികളിൽ വേണൂതും ആട്ടിടയൻ ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിന്റെ നട്ടല്ലു പൊട്ടി നമ്മൾ ചാകും. ചാകാണ്ടിരിക്കാനെങ്കിലും പാടടി തേയേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടി തേയേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടി തേയേ, പാടിയിട്ട് ചാകാനെങ്കിലും പാടടി തേയേ. ഒരു പാട്ട് ആരും ഹാർമോണിയം വെച്ച് എയർ കണ്ടീഷൻ റൂമിലിരുന്ന് ശ്രുതിമേട്ടി ഉണ്ടാക്കിയ പാട്ടല്ല ആദ്യം കേട്ടത്. രണ്ടാമത് കേട്ടത് ഈ പ്രദേശവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഹിന്ദുസ്ഥാനി സംഗീതം വളർന്ന പാരമ്പര്യത്തിൽ ജീവിച്ച ബാബുരാജ് സാർ ഉണ്ടാക്കിയ പാട്ടാണ് മൂന്നാമത് കേട്ടത്. രണ്ടാമത് കേട്ടത് കർണാടക സംഗീതത്തിലെ പ്രഗത്ഭനായിരുന്ന രവീന്ദ്രൻ സാർ. റൈറ്റ് ഓക്കെ. അപ്പോൾ ഈ മൂന്ന് പാട്ടും ഒരേ സ്വരങ്ങളിലാണ് കിടക്കുന്നത്. പക്ഷേ ഈ മൂന്ന് പേരും മൂന്ന് പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത്, മൂന്ന് സ്ഥലത്താണ് ഈ പാട്ടുണ്ടാവുന്നത്. അപ്പോൾ പാട്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ കോൽക്കളി, ഞാറ്റുപാട്ട്, സോപാന സംഗീതം, അയ്യപ്പൻ പാട്ട്, മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറയുന്നത് ഉണ്ടായ സാഹചര്യം, ഉണ്ടായ ആവശ്യം, ഉണ്ടായ പ്രദേശം, ഉണ്ടായ ഭാഷ, പ്രയോഗിക്കുന്ന മനുഷ്യൻ്റെ തൊണ്ട, ഇതിനൊക്കെ അനുസരിച്ച് മാത്രമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. മ്യൂസിക് ഈസ് സെയിം. സംഗീതം എന്ന് പറയുന്നത് ഒരേ സംഗതിയാണ്. അതുകൊണ്ടാണ് ഈ ഡ്രം എല്ലാ ലാംഗ്വേജും സംസാരിക്കുന്നത്. അതിന് അത്ഭുതപ്പെടുന്നു വേണ്ട. സംഗീതം ഒരേ തരത്തിലാണ് എല്ലാ ഭൂഖണ്ഡത്തിലുമുള്ളത്. അത് വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു സംഗീതം മോശം, ഒരു സംഗീതം നല്ലതെന്ന് പറയാനില്ല. ഏതെങ്കിലും ഒരു സംഗീതം നമ്മുടെ മനസ്സിനെ കാലുഷ്യമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ ശ്രവിക്കാതിരിക്കുക. നമ്മുടെ ഇയർ ഡ്രമ്മിനെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളത് കേൾക്കാതിരിക്കുക. നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പിനെ സാമാന്യത്തിലധികം അത് വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കാതിരിക്കുക. കാരണം കല അതിനെല്ലാം ശാന്തമാക്കി കൊണ്ടുവരാനുള്ള ഉപാധിയാണ്. അതിന് വിരുദ്ധമായി 101 മണിക്കൂർ ചെണ്ട തല്ലി പൊളിക്കുന്ന പരിപാടിയൊക്കെ കണ്ടാൽ അതൊന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ആരെയും തോൽപ്പിക്കാനും മറികടക്കാനും ഒന്നും ഉള്ളതല്ല സംഗീതം. നമുക്ക് കലാകാരൻ ആത്മഹത്യ ചെയ്യുകയില്ല എന്ന് പറയുന്നത് എത്ര അപമാനിക്കപ്പെട്ടാലും, എത്ര മാനനഷ്ടം വന്നാലും, ധനനഷ്ടം വന്നാലും അവൻ്റെ കലാരൂപത്തിൽ ഇരുന്നു കൊണ്ട് തനിയെ ഇരുന്ന് പാടിയാൽ അത്തരത്തിലുള്ള എല്ലാ നിഷേധ വികാരങ്ങളിൽ നിന്നും, നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നും മോചനം നേടുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ഉപാധിയാണ് കല. അത്തരത്തിൽ കലയെ പ്രയോഗിക്കപ്പെടുന്ന കലാകാരന്മാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. എല്ലാവർക്കും പത്മശ്രീ കിട്ടാത്തതിൻ്റെ സങ്കടമാണ്. അങ്ങനെയൊന്നുമല്ലാതെ തുച്ഛമായ ചില അംഗീകാരങ്ങൾക്ക് വേണ്ടിയല്ലാതെ മഹത്തായ സ്വപ്നങ്ങളുണ്ടാക്കുന്ന കലാകാരന്മാർ ഉണ്ടായി വരട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗീതം കൂടി പാടി സമാപിക്കുന്നു. എന്തിനാണ് നമ്മൾ ഈശ്വരനെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഓരോ കർമ്മവും ചെയ്യുന്നത്? ഞാൻ ഒരാൾക്ക് 1000 രൂപ ഡൊണേഷൻ കൊടുത്താൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയല്ല. വലത് കൈ ചെയ്യുന്ന മാനവസേവ ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ ചെയ്യാനുള്ളതാണ് എൻ്റെ ജീവിതവും കർമ്മവും എന്നർത്ഥത്തിൽ. ദേവാ തവ നാമം ചൊല്ലിട്ടാരാധന ചെയ്തും കൊണ്ടൊരു ലോകോപകാരിയതാവുകയാണെന്നുടെ സ്വപ്നമതെന്നും ദേവാ. ഞാനാകും ജീവാത്മാവിനെ, നീയാകും പരമാത്മാവിൽ. ഞാനാകും ജീവാത്മാവിനെ, നീയാകും പരമാത്മാവിൽ. ചേർക്കാനൊരു മാർഗമെനിക്ക്, ഗാനാർച്ചനയഖിലം കണ്ണാ ദേവാ. എല്ലാം എന്നുടെ ധർമ്മം അതുമാത്രമറിഞ്ഞാൽ, ചെയ്യുന്നവയെല്ലാം എന്നുടെ ധർമ്മം അതുമാത്രമറിഞ്ഞാൽ, ചെമ്മേ
സനാതന സംസ്കൃതി നമ്മളോട് പറയുന്നു, നിങ്ങൾ ധനം സമ്പാദിക്കണം, നിങ്ങൾ കീർത്തി സമ്പാദിക്കണം, നിങ്ങൾ ഐശ്വര്യത്തോടുകൂടി ജീവിക്കണം, നിങ്ങൾ സ്വാധീനമുണ്ടാക്കണം, അധികാരം നേടണം, ആരോഗ്യവാനായിരിക്കണം. ഇതെല്ലാം തന്നെ നിങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലേ നിങ്ങൾ ആദരിക്കപ്പെടുകയുള്ളൂ. നിങ്ങൾ എത്ര കീർത്തിമാനാണ്, എത്ര ധനികനാണ്, എത്ര സമ്പാദിച്ചിട്ടുണ്ട്, എത്ര ആരോഗ്യവാനാണ് എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ വിഷയമേ അല്ല. എത്ര കോടികളുണ്ടായാലും ആർത്തി തീരാത്ത ദരിദ്രവാസിയായി തീരാതെ കിട്ടിയത് ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വലിയവനിൽ നിന്നും മഹാനിലേക്ക് ഉയരുക എന്നാണ് സനാതന സംസ്കൃതിയുടെ പാഠം. കാരിൽ തൻവിതലോടും ചാരുത്വം ചേർന്ന പാദം ദൂരത്തങ്ങിരുന്ന ഒരു നേരത്തു നീനചാലോ ചാരത്തു വന്നങ്ങ് ഉപചാരത്തിൽ സേവിച്ചാലും പാരിൽ തിങ്ങിന താവ പരമപുരുഷ അഖരുവേദനേതും ഹരേ കരുണ ചെയ്വാൻ എന്തു താമസോ കൃഷ്ണ കഴലിണ കൈ തോന്നുന്നേ ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ഗുരുവായൂപൂരം തന്നിൽ മരുവും അഖില ദുരിത കരണ ഭഗവൻ ഹരേ കരുണ ജീവാൻ എന്തു താമസം കൃഷ്ണ കഴലിണ കൈ തൊഴുന്നേ പിഞ്ചഭാരമണിഞ്ഞ പൂഞ്ചിപൂര ഭംഗിയും പൂഞ്ചിരി ചേർന്ന കൃപാപൂർണ കടാക്ഷങ്ങളും അഞ്ചിത വനമാല കൗതുകങ്ങളും അഞ്ചിത വനമാല കൗതുകങ്ങളും പൊൻചിലമ്പും പാദവും ഭുവന മദന മമഹൃദിനി വിലസേണം. വെറുതെ ഒന്ന് കണ്ണടച്ച് ആ നീലമേഘത്തിൻ്റെ വർണ്ണത്തോടുകൂടിയ ശരീരമുള്ള മഞ്ഞ പട്ടാട ചുറ്റിയ കയ്യിൽ മുരളിയേന്തിയ നിറകിൽ മയിൽപ്പീലി തിരികെ വെച്ച ആ കോമള കണ്ണനെ ഒന്ന് വെറുതെ സ്മരിച്ചു നോക്കുക. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ചാരുരൂപത്തെ ആസ്വദിക്കാം. നിങ്ങളെപ്പോഴൊക്കെ നിഷ്കളങ്കമായ സൗന്ദര്യത്തിലേക്ക് മനസ്സിനെ പതിപ്പിക്കുന്നുവോ, നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ ജനിച്ചവനാകട്ടെ ജനിച്ചവളാകട്ടെ, നിഷ്കളങ്കമായ സൗന്ദര്യത്തിലേക്ക്, ഒരു കുഞ്ഞു പുഞ്ചിരിയിലേക്ക് ഹൃദയത്തെ സമർപ്പിക്കുമ്പോൾ നാം ഈശ്വരനോട് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏത് സമുദായത്തിൽ ജനിച്ചവനും ഏറ്റവും പ്രിയപ്പെട്ടവനെ നമ്മളറിയാതെ കണ്ണ എന്ന് വിളിച്ചു പോകുന്നത്. ചേർന്ന കൃപാവൂ
താമസം കള്ള കടലിണ കൈ തൊഴുന്നേ ഞങ്ങളോടു കരുണ ചെയ്യുവാൻ എന്തടോ താമസം കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ കഴലിണ കൈ തൊഴുന്നേ ഹരേ സഹൃദയരെ,